എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റിൽ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. കാണാൻ വളരെ ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പകുതി മൈദ പകുതി ഗോതമ്പ് പൊടി അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയായിട്ട് എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ വെള്ള എള്ളും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സമൂസയുടെയൊക്കെ പുറത്ത് ഇങ്ങനെ കറുത്തിരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ള എള്ളിട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ള എള്ളിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലോട്ട് 1.5 ടീസ്പൂൺ തന്നെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെ പച്ചവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി ഇതങ്ങ് സോഫ്റ്റായി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂരിയുടെയൊക്കെ ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. ഒത്തിരി വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അടച്ച് ഇതിനെ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പം ഒരു വലിയ സവാള, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതിട്ട് കൊടുത്ത് തന്നെ പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പകുതി വരെ വഴണ്ട് വരുമ്പോഴത്തേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നല്ലതായിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഇങ്ങനെ 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ അങ്ങിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ കട്ടിക്കുള്ള ഗ്രീൻ പീസ് അല്ലേ, അത് വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് അതിനെ ഒന്ന് വേവിച്ചിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് 2-3 മിനിറ്റ് ഇതിനെ അടച്ച് ഒന്നുകൂടെ വേവാൻ വെക്കുക. ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ വേവൊന്നും അധികം ഇല്ല, അതുകൊണ്ട് 2-3 മിനിറ്റ് വെച്ചാൽ മതി. 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഗ്രീൻ പീസ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 മീഡിയം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. നമ്മളിതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഞാനാണെങ്കിൽ പൊട്ടറ്റോ മാഷർ വെച്ച് നല്ലതായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതല്ല ഗ്രീൻ പീസ് അങ്ങനെ മുഴുവനെ കിടന്നാൽ മതിയെങ്കിൽ നിങ്ങളിതിന് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത്, കുരുമുളക് പൊടി കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക, ഗരം മസാലയുടെ നോക്കുക, അതുമെല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് ഫില്ലിങ് മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മാവ് കുറച്ചും കൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. മാവ് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ 2 പീസാക്കി എടുത്തിട്ട് ഞാനിത് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ, ചപ്പാത്തിക്ക് ഉണ്ടയാക്കി എടുക്കത്തില്ലേ, ആ ഒരു വലിപ്പത്തിൽ ഇതിനെ ഉണ്ടയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മൈദ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അധികം കട്ടിക്കുമല്ല. ചപ്പാത്തിയൊക്കെ എങ്ങനെ പരത്തിയെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇതിനെ ചപ്പാത്തിയുടെയൊക്കെ വലിപ്പത്തിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇതിനെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സൈഡിലോട്ട് 5 കട്ട് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ ഇതുപോലെ നമ്മൾ ആ ലെയർ എടുക്കുമ്പോൾ 5 പീസായിട്ട് വേണം ആ രീതിയിൽ കാണിക്കുന്ന രീതി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ കാണിക്കുന്ന സൈഡുണ്ടല്ലോ, ഈ സൈഡിൽ നിന്ന് പിന്നെയും കട്ട് ചെയ്തെടുക്കുക. ഈ മറ്റേ കട്ടും ഈ കട്ടും ഒന്നിച്ച് കട്ടായി പോകരുത്. അതും 5 പീസായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ലെയർ എടുക്കുമ്പോൾ 5 ലെയർ വേണം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് മൈദയിലോട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ കാണിക്കുന്ന എല്ലാ സൈഡുകളിലും ഇതിലിതുപോലെ തേച്ച് കൊടുക്കുക. ഫില്ലിങ് റെഡിയാക്കി എടുത്തതിന് ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ടുണ്ട്. അതിനെ മുകളിൽ കാണുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ഈ ഒരു ലെയർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ മുകളിലത്തെ നമ്മൾ ഫില്ലിങ്ങിനെ അങ്ങ് കവർ ചെയ്യുക. കവർ ചെയ്ത സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന രീതി വേണം അതിനെ നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ. ഒരു സൈഡിൽ നിന്ന് ലെയർ എടുത്ത് ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുക, മറ്റേ സൈഡിൽ നിന്ന് ലെയർ എടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ എടുത്ത് ക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓരോ ലെയറും ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പം അതൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതല്ല എങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതെല്ലാം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഒരെണ്ണം കൂടെ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ പലകയിൽ ഇതിൽ ഒട്ടിയിരിക്കും. ലെയർ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒത്തിരി വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പൊടിയിട്ട് തന്നെ നിങ്ങളിതിനെ പരത്തിയെടുക്കുക കേട്ടോ. ഈ പലകയിൽ ഒട്ടിപ്പിടിച്ചിരിക്കരുത്. മുമ്പ് പറഞ്ഞതുപോലെ ഒരു സൈഡിൽ 5 ലെയറായിട്ട് കട്ട് ചെയ്യുക, മറ്റേ സൈഡും 5 ലെയറായിട്ട് കട്ട് ചെയ്യുക.
ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സൈഡിലും നമ്മൾ മൈദയുടെ മാവ് തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഒട്ടിയിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ എണ്ണ ഇടുമ്പം അതങ്ങ് തുറന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ആ ഒരു ലെയറും കൊണ്ട് ഇത് നല്ലതായിട്ട് കവർ ചെയ്യുക. എന്തെങ്കിലും വെളിയിലോട്ടൊക്കെ ഫില്ലിങ് ഇരിക്കുന്നുണ്ടെങ്കിൽ അകത്തോട്ട് അത് കയറ്റി വെച്ചിട്ട് തന്നെ അതിനെ ഒട്ടിച്ച് തന്നെ കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോ ലെയറായിട്ട് ക്രോസ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് അവിടെ കണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം ആ ലെയർ. എന്നാൽ മാത്രമേ അത് ഒട്ടിയിരിക്കത്തുള്ളൂ. അങ്ങനെ എല്ലാം ഇതുപോലെ ക്രോസ് ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത് ഞാൻ പരുത്തി എടുത്തപ്പോൾ കുറച്ച് പൊടി അധികം ഇട്ടാൻ പരുത്തി എടുത്തു. അപ്പോൾ നമുക്ക് ഈ ലെയർ എടുക്കാനായിട്ട് എളുപ്പമാണ്. അതെല്ലാം നമുക്ക് പൊടി കുറച്ചായി ഇട്ട് പരത്തുന്നതെങ്കിൽ പലകയിൽ ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ലാസ്റ്റ് ലെയർ വെക്കുമ്പോൾ നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തുറന്നു പോരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടോ, നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ഷേപ്പിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സമൂസ പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അല്ലെ ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാത്രം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഇതിന് കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇതിൽ വേകാനായിട്ട് അധികമൊന്നുമില്ല. ഇത് നല്ല സമൂസയുടെയൊക്കെ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പിയായിട്ട് ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ നല്ല ക്രിസ്പിയായിട്ടിരിക്കും. കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അങ്ങ് എന്തുമായാലും തണുത്ത് പോകുമല്ലോ. സമൂസ ആയാലും നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് തണുത്ത് പോകുമല്ലോ. ചൂടോട് കഴിക്കണം. അതിൻ്റെ ഫില്ലിങ്ങിനായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത് മുറിച്ച് എൻ്റെ അകഭാഗം കാണിച്ചു തരാം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ വയറ് നന്നായിട്ട് നിറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക. മുറിച്ച് കഴിയുമ്പോൾ എൻ്റെ അകഭാഗം കണ്ടില്ലയോ, ഫില്ലിംഗ് ഒക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.